കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം ഇന്നും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദാറ്റ് ഈസ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഒരു ടേം ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു പുതുമയുള്ള ഒരു ടേം ആയിരിക്കും. ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു സിറ്റുവേഷൻ ആണ്. ലൈക്ക് ഒരു അബ്യൂസർ ഒരു ഒരു വിക്ടിം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാൾ, അതുപോലെ തന്നെ ഇവരെ അബ്യൂസ് ചെയ്യുന്ന ആൾ, ഈ പറയുന്ന രണ്ട് വ്യക്തികളും തമ്മിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ പറയുന്ന ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ ഈ ഡൗറി കേസസിലൊക്കെ പൊതുവെ കാണുന്നത് പോലെ ഈ പറയുന്ന ഹസ്ബൻഡ് എത്ര ബീറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്തൊക്കെ അബ്യൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും അതിനെ നമ്മൾ നോർമലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില ടെർമിനോളജീസ് ഉണ്ട്. ലൈക്ക് ഞാനൊരു ഭാര്യയാണ്, എനിക്ക് വേറെ പോകാനായിട്ട് ഇടവില്ല, ഈ പറയുന്ന ചില തോട്ട്സ് കൊണ്ട് തന്നെ പുള്ളി എന്നെ പൊസസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് എൻ്റെ അടുത്ത് ഒരു പൊസഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഭർത്താവ് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന അബ്യൂസർ ചിന്തിക്കുകയാണ് ഐ ഓൺ ദിസ് എന്ന് പറയുന്ന രീതിയിൽ ചിന്തിച്ചിട്ട് അബ്യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്, അതായത് രണ്ടു കൂട്ടരും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ആക്ച്വലി ട്രോമ ബോണ്ടിങ്ങിലേക്ക് നയിക്കുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പം നമ്മള് ചില കേസസിൽ നമുക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, എത്ര കണ്ട് ഈ പറയുന്ന ഭാര്യയെ ഭർത്താവ് ഉപദ്രവിച്ചാലും അവര് പറയുന്നത് സാരമില്ല പോട്ടെ എന്നുള്ളത്. ഈ സാരമില്ല പോട്ടെ എന്ന് ഇവർ പറയാൻ കാരണം ഇവർക്ക് ചില സമയത്ത് ആവശ്യത്തിനുള്ള കെയറും അറ്റൻഷനും ഒക്കെ ഈ പറയുന്ന വ്യക്തി കൊടുക്കുന്നുണ്ടാവും. ഇത് നമുക്ക് കോമൺലി കാണാൻ പറ്റുന്ന അഡിക്ഷൻ കേസസിലൊക്കെ, ലൈക്ക് അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണെങ്കിൽ അയാൾ ആ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ഇവരെ ചിലപ്പോൾ ഉപദ്രവിച്ചു എന്ന് വരാം, നല്ല രീതിയിൽ തന്നെ ഉപദ്രവിച്ചെന്ന് വരാം. ആൻഡ് ഉപദ്രവിച്ചതിന് ശേഷം ഇവർ നോർമൽ ആയിരിക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യും, വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യും. അപ്പം ഇതൊരു നോർമലൈസ്ഡ് ഒരു പുള്ളി ആ ഒരു മൂഡിൽ ഇരുന്നപ്പോൾ ചെയ്തതാണ്. പക്ഷെ ഇതൊരു ഡെയിലി പരിപാടിയാണ്. കാരണം നമുക്കറിയാം പണ്ടൊക്കെ കാലഘട്ടങ്ങളിൽ ഇത് ഭയങ്കര കോമൺ ആയിരുന്നു. ലൈക്ക് എല്ലാ ദിവസവും മദ്യപിച്ച് വരുന്നു, മദ്യപിച്ചതിന് ശേഷം വന്ന് ഭാര്യയെ തല്ലുന്നു. അത് ഒരു കൈൻഡ് ഓഫ് ഒരു ഹീറോയിസം ആയിട്ട് വരെ കണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്ക് മുന്നേ ഉണ്ടായിരുന്നു. മേ ബി ലൈക്ക് ഇപ്പോഴും അതുപോലുള്ള സിറ്റുവേഷനിലൂടെ പോകുന്ന പലരും ഉണ്ടാവും. ലൈക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രോമ ബോണ്ടിങ്. അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ആൻഡ് നമുക്കറിയാവുന്ന ആരും ആ ഒരു സിറ്റുവേഷനിലോട്ട് പോവാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പൊ ഈ പറയുന്ന വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതിന്റെ ഒരു ഡീറ്റെയിൽ വേർഷൻ ഓഫ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ പറയുന്ന വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. സോ മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൈൻഡ് ഓഫ് വീഡിയോ ആണോ ഉള്ളത് അവർക്ക് ആ ഒരു മീഡിയത്തിലൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.